ഹലോ എവ്രി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? തലേ ദിവസം അരച്ച് വെച്ച മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കാം. ഇനി എനിക്കിവിടെ 2-3 ദിവസത്തേക്കിന് ദോശ ഇഡലിയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ മാവിനെന്താ ഈ കളറെന്നല്ലേ? അപ്പോൾ ഇന്ന് പരീക്ഷണമാണ്. കഴിഞ്ഞ ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ റാഗി വാങ്ങിച്ചിരുന്നു. അപ്പോൾ റാഗിയും കൂടി നല്ല നമ്മുടെ അരിയുടെ ഉഴുന്നിൻ്റെയും കൂടെ അരച്ചു. എന്നിട്ടത് പുളിച്ച് പൊങ്ങാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് സാമ്പാറാണ് ഞാനിന്ന് ഇഡലിയുടെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒട്ടുമിക്ക ആൾക്കാർ ഇഡലിയായിരിക്കും മാവ് കൊണ്ട് ഉണ്ടാക്കുന്നത്. കാരണം അന്ന് നല്ല ഫ്രഷായിട്ട് നല്ല മാർദ്ദമുള്ള ഇഡലി കിട്ടുമല്ലോ. അതുകൊണ്ട് ഇഡലി ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. അതുപോലെ ഞാനും ഇഡലിയാണ് ആദ്യത്തെ മാവ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡലിയുടെ കൂട്ടത്തിൽ സാമ്പാർ, ചമ്മന്തി കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ മടിച്ചു. പിന്നെ ഈ സാമ്പാർ ഉണ്ടാക്കിയാലുള്ളൊരു ഗുണം, നമുക്ക് ഉച്ചയ്ക്കും സാമ്പാർ പോകും. അതിൻ്റെ ഇടയ്ക്ക് മിതുക്കുട്ടി വന്നു. അവന് വെള്ളം വേണം, അവന് ടീ വെച്ച് കൊടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ടി വി വെച്ച് കൊടുത്താലും അവൻ ടി വിയുടെ ഫ്രണ്ടിലൊന്നും അധികം നേരം ഇരിക്കത്തില്ല. അമ്മ എന്താ അടുക്കള കാണിക്കുന്നതെന്ന് അവന് കാണണം. അവൻ ഓടി ചെറിയ സ്റ്റൂളോ അവൻ്റെ ചെയറോ ഒക്കെ കൊണ്ട് അവിടെ വന്ന് അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കും. എന്നിട്ട് അമ്മ കട്ട് ചെയ്യുന്നത് നോക്കി നിൽക്കും. എന്തെങ്കിലും ഇളക്കുവാണെങ്കിൽ ആശാനും ഇളക്കണം, ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. ക്യാരറ്റ്, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുക്കിംഗ് തുടങ്ങിയത് തന്നെ ഈ UAE വന്നതിന് ശേഷം കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ലായിരുന്നു, എനിക്കൊന്നും ചെയ്യാനായിട്ട് അറിയത്തുമില്ലായിരുന്നു. എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കിന് പലഹാരങ്ങളും, പിന്നെ നമ്മുടെ വീണാസ് കറി വേൾഡ് കാണുമ്പോൾ ബിരിയാണി, അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉള്ളതല്ലാതെ ഞാനൊന്നും അങ്ങനെ കുക്ക് ചെയ്യത്തൊന്നുമില്ലായിരുന്നു. ക്ലീനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഞാൻ വീട് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കുക്കിംഗ് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ടാണ്, എക്സ്പേർട്ട് കുക്കൊന്നും അല്ലെങ്കിലും തൽക്കാലത്തേക്കിനുള്ളത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അങ്ങനെ ഞാൻ അതിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കും. പിന്നെ ഈ കഴിഞ്ഞ വിഷുവിന് ഞാൻ സദ്യ ഉണ്ടാക്കി കേട്ടോ. എൻ്റെ വീട്ടിൽ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അവർക്കെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് സദ്യ ഉണ്ടാക്കിയത്. അപ്പം കുറച്ചൊക്കെ ഇപ്പം പഠിച്ചു ഞാൻ. പിന്നെ എനിക്ക് നോൺ വെജാണ് ഈ വെജിറ്റേറിയനേക്കാളും കൂടുതൽ വെക്കാൻ അറിയാവുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ പോവുക. ഈ സാമ്പാറിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ, എനിക്ക് സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അരുണിനോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് സാമ്പാർ പൊടി ഇടാത്ത സാമ്പാർ കഴിക്കുന്നതാണ് ഇഷ്ടം. കാരണം അരുണിൻ്റെ അമ്മ അവിടെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കി തന്നെ. അപ്പം ഞാൻ എന്തോ കൊടുക്കും, 2 പേരുടെയും ടേസ്റ്റിന് കോംപ്രമൈസ് വരുത്തരുതല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി ഇടും, പിന്നെ എക്സ്ട്രാ കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ട് ചെയ്യും. അപ്പം രണ്ടും കൂടെ ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാറിന് ഞാൻ ചുമലപ്പരിപ്പാണ് എടുക്കുന്നത്. മറ്റേ നമ്മുടെയൊക്കെ വലിയ പരിപ്പില്ലേ, ആ പരിപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേവ് വളരെ വ്യത്യാസമായിട്ട് തോന്നും. അപ്പോൾ ഇതാകുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം ഇട്ടിട്ട് നമ്മുടെ വെള്ളം നികത്തെ ഒഴിച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനിത് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു 3-4 വിസിലോളം അടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെന്ന് വിചാരിക്കും കഷ്ണങ്ങളൊക്കെ. കാരണം അതിൻ്റെ സത്തങ്ങ് ഇറങ്ങിക്കോളുമല്ലോ. ഇനി കഷ്ണമൊന്നും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്, ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കഷ്ണങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം അതൊക്കെ മാറി കേട്ടോ. അപ്പം മിതുക്കുട്ടിക്കാണേലും ഇനി കഷ്ണം മാറ്റി വെക്കേണ്ടെന്ന് നേരത്തെ അങ്ങനെ ചെയ്യും. പക്ഷേ അവൻ ആ കാര്യത്തിലൊക്കെ അവൻ്റെ അച്ഛനെ പോലാന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാവ് വെച്ചിട്ട് ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഇഡലിക്കും മാവ് ഒഴിച്ച് വയ്ക്കാൻ പോവാം. നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ ഇത് വെച്ച് കിട്ടുന്നത്. നോക്ക്, അതിൻ്റെ ഇടയ്ക്ക് കക്ഷി ബൈക്ക് കൊണ്ട് വന്നിട്ടുണ്ട്. മണ്ടയിൽ വലിഞ്ഞ് കയറും എനിക്ക് ഭയങ്കര പേടിയാണ് അത്. പക്ഷേ എത്ര പറഞ്ഞാലും അവനത് കേൾക്കത്തില്ല, വീഴുകയും ഒക്കെ ചെയ്യും. എങ്കിലും ആൾ വീണ്ടും അതിനകത്ത് കയറും. അങ്ങനെ മാവെല്ലാം ഒഴിച്ച്
വേവിക്കാനായിട്ട് വെച്ചു. ഇതാ ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് ഇഡലി കിട്ടിയെന്ന്. കണ്ടോ എന്ത് സോഫ്റ്റാണ് ഇഡലിന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ ബാക്കി കടു വറുത്തെടുക്കണം. അപ്പം ഈ സമയത്ത് ഞാൻ തക്കാളി ഇടുമ്പം ഇതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും, പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇടും. അപ്പോൾ അരുണിൻ്റെ ടേസ്റ്റും കിട്ടും, എനിക്ക് സാമ്പാർ പൊടി ഇട്ടതിൻ്റെ ടേസ്റ്റും കിട്ടും. പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ ഇച്ചിരി സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും മുന്തി നിൽക്കുന്നത്. എങ്കിലും വേറൊരു മസാലയും കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ അതാ സാമ്പാറിൻ്റെ വേവിച്ച് വെച്ചെല്ലാം കഷ്ണങ്ങളും പരിപ്പും കൂടെ വേവിച്ച് വെച്ചത് ഞാൻ അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് ചേർക്കും. ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി വെച്ചിട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം മിനിയമ്മ അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും. ലളിതാമ്മ അല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്, അതാണ് അരുണിന് ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ അമ്മയുടെ ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും അരുൺ ഇതിലങ്ങ് മിണ്ടാതിരുന്ന് കഴിക്കും കേട്ടോ. ഇനിയും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഇന്ന് സാമ്പാറും ഇഡ്ഡലിയുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കാപ്പി കുടിക്കാമെന്ന് കരുതി വന്നിരുന്നപ്പം മിതുക്കുട്ടിയും വന്നു. അവനും വേണം കാപ്പി. എത്ര ചൂടാണേലും അവൻ ആ കാപ്പി കുടിച്ചോളും. പിന്നെ അരുണിനും കാപ്പി കൊടുത്തു. അരുണിന് കാപ്പി കൊടുത്ത് അരുണും കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരുണിന് ഇഡലി കൊടുക്കുകയാണ്. അപ്പം ഇന്നെൻ്റെ റാഗി ഇഡലിയാണ്. അപ്പം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കുറേ മിഥുനെ കൊണ്ട് റാഗി കുറുക്കൊക്കെ കൊടുക്കാൻ നോക്കിയാൽ അവനിപ്പം കഴിക്കത്തില്ല, ഇച്ചിരി വലുതായില്ലേ, അതുകൊണ്ട് അവൻ കഴിക്കത്തില്ല, തുപ്പി കളയും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ റാഗിയൊക്കെ ഇതുപോലെ എന്തിനകത്തേലും അരച്ചും ഒക്കെയാണ് കൊടുക്കുന്നത്. ബീട്രൂട്ട് വെച്ചും അങ്ങനെ ക്യാരറ്റും ഒക്കെ ഇങ്ങനെ അരച്ച് ഇതിനകത്ത് ചേർത്തിട്ട് കൊടുക്കും. അപ്പം അതൊക്കെ കഴിച്ചോളുമല്ലോ. അപ്പോൾ റാഗി ഇന്ന് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇന്ന് റാഗി ഇഡലിയും സാമ്പാറുമാണ് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളുടെയൊക്കെ അവിടെ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കാണുമല്ലോ അല്ലേ? ഞാനിന്നിതാ വോയിസ് ഓവർ കൊടുക്കുന്ന ഉച്ചയ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കാണുമല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് അരുണിന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒപ്പീനിയൻ അരുണിൻ്റെയാണ്, കാരണം എനിക്ക് അരുൺ ഇവിടെ പറയാനുള്ളല്ലോ. പിന്നെ മിതുക്കുട്ടിയാണെങ്കിൽ പിന്നെ എന്ത് കൊടുത്താലും അവൻ മിണ്ടാതെ കഴിച്ചോളും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ അഭിപ്രായങ്ങളൊക്കെ വരത്തുള്ളൂ. അങ്ങനെ അരുൺ റാഗി ഇഡലി കഴിച്ചു. അതിന് ശേഷം എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് പണി എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് പണികളുണ്ട്. അതിനകത്ത് ഒന്ന് തുണി എല്ലാം നനച്ചിട്ടത് ഉണങ്ങിയിട്ടുണ്ട്, അതെടുക്കണം. എടുത്ത് മടക്കി വെക്കണം. അപ്പം ഞാനത് എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്നത് മിതുക്കുട്ടിയായിരിക്കും. നല്ല പൊടിയുള്ളത് കൊണ്ട് നന്നായിട്ട് വേണം, കുടഞ്ഞിട്ട് വേണം എനിക്കത് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി നനയ്ക്കാനും ഇട്ടിട്ടുണ്ട്. കാരണം തലേദിവസം ഞാൻ അബുദാബിക്ക് പോയിട്ട് തിരിച്ചു വന്നായിരുന്നല്ലോ. അപ്പോൾ അബുദാബിയിൽ പോയ കുറേ ഡ്രസ്സ് ഉണ്ട് നനയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് ലോഡായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെടുത്ത് മടക്കി വെച്ചിട്ട് വേണം എനിക്ക് അത് വിരിക്കാനായിട്ട്. പിന്നെ ഉണങ്ങി കിട്ടാൻ ഇവിടെ താമസമൊന്നുമില്ല, 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടും. പക്ഷേ ഈ വെളിയിൽ കൊണ്ടുവന്നിട്ട് വിരിച്ചിടുക, പിന്നെ ഇത് മടക്കി വെക്കുക എന്നുള്ളതൊക്കെയാണ് വലിയ ടാസ്ക്. എനിക്ക് ക്ലീനിങ് ഒന്നും പ്രശ്നമില്ല, എത്ര നേരം വേണേലും ഞാൻ നിന്ന് ക്ലീൻ ചെയ്തോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിനും. പക്ഷേ ഈ തുണി മടക്കി വെക്കുക എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ മടക്കി വെച്ചല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ മടക്കി വെക്കും. ഇത് മടക്കി വെക്കുമ്പോഴാണ് വേറൊരു നോക്ക്, മിതുക്കുട്ടിക്ക് കൂടെ നിന്ന് മടക്കി വെക്കണം. അവന് കൂടെ നിന്ന് മടക്കി വെച്ചാൽ പോരാ, ഞാൻ മടക്കി വെച്ചിരിക്കുന്ന തുണികളെല്ലാം അവന് മടിയിൽ വെക്കണം. അവൻ മടി വെച്ച് അവൻ അവിടെ ഇരിക്കണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവൻ ആ മടിയിലിരിക്കുന്ന സാധനം വീണ്ടും താഴെ ഇടും, വീണ്ടും ഞാനത് മടക്കി വെക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ജോബാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആശാൻ അവിടെ ഉള്ള കുരുത്തക്കേടുകളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മടക്കി വെക്കുമ്പം അമ്മയെ അവിടെ വെക്കണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് അവൻ്റെ മടിയിൽ വെച്ച് കൊടുക്കാനാണ് അവനീ പറയുന്നത്. അപ്പോൾ ഞാൻ അത് മടക്കിയിട്ട് അവൻ്റെ മടിയിലോട്ട് വെച്ച് കൊടുക്കും ഓരോന്നോരോന്ന്.
ഒന്നുകൂടെ മടക്കണമെന്നല്ലേ ഉള്ളൂ, എങ്കിലും അവന് കുറച്ച് നേരം എൻ്റെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തോളും. അതുകൊണ്ട് ഞാനത് അവൻ്റെ മടി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും ഓരോന്നോരോന്നെടുത്തിട്ട്. മിഥുവിന് എത്ര ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും അവൻ അതിനകത്ത് ഒന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അവൻ ഇതുപോലെ എൻ്റെ കൂടെ നടന്ന് പുറകെ നടന്ന് ഉള്ള തുണിയിലൊക്കെ മടക്കാനും പിന്നെന്താ റിമോട്ട് വലിച്ചെറിയാനും അത് വെച്ച് കളിക്കാനും ഒക്കെയാണ് മിഥുക്കുട്ടിക്ക് ഇഷ്ടം. ഇതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും ഈ വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെക്കാം. അപ്പം ഇനിയും ഫ്യൂച്ചറിൽ ഇവൻ ചെയ്തില്ല എങ്കിൽ ഇവനെ ഇതെല്ലാം കാണിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാമല്ലോ. കണ്ടോടാ, നീ നേരത്തെ ചെയ്യുമായിരുന്നു, മര്യാദയ്ക്കിരുന്ന് ചെയ്യാൻ പറയാമല്ലോ. അങ്ങനെ ഞാൻ ഓരോ തുണിയായിട്ട് മടക്കി മടക്കി വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടും എനിക്കുണ്ട് കേട്ടോ പണി. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ തുണി നനയ്ക്കാനിട്ടിട്ടുണ്ട്, അതെടുത്തോണ്ട് കൊണ്ടുവന്ന് വിരിച്ചിടണം, തൂക്കണം, അങ്ങനെ ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ ഷർട്ടുകളൊന്നും മടക്കി വെക്കത്തില്ല, ഹാങ് ചെയ്ത് വെക്കും. എന്നിട്ട് തേക്കാനായിട്ട് ആൾ വരുമ്പം അയൺ ചെയ്യാനായിട്ട് കൊടുത്തു വിടും. അപ്പോൾ എൻ്റെ അയൺ ബോക്സ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. മടി കാരണം മിക്കപ്പോഴും എനിക്ക് ഇവിടെ ഒരാൾ തേക്കുന്ന ആളുണ്ട്, ആളുടെ കൊടുത്തിട്ട് ലോണ്ട്രിയുടെ അവിടെ കൊടുത്ത് അയൺ ചെയ്യുന്നത്. ഞാൻ ഹാങ്ങർ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആക്കിനി ഹാങ്ങറിൽ തുണി ഹാങ് ചെയ്യണം. അതിനാണ് ഇവിടെ മേളം. ഇനി അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി അവൻ അവിടെ സ്വന്തമായിട്ട് വെക്കണം. നല്ല രസമാണ് കേട്ടോ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല ആളുടെ കൂടെ കളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഷർട്ടുകളൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഹാങ്ങറിൽ നിന്ന് ഇപ്പം കണ്ടോണം ഒരുത്തൻ വന്നിട്ട് അതേ പിടിച്ചിട്ട് വലിക്കും. അപ്പോൾ നമ്മൾ അത്രയും നേരം ചെയ്ത പണി മുഴുവൻ വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയും പെട്ടെന്ന് അത് വാങ്ങിച്ചിട്ട് ഹാങ് ചെയ്യുക ഞാൻ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് കണ്ടോ അവിടെ ഇവിടെ എല്ലാം ടോയ്സ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം എടുത്ത് നേരെ വെക്കണം. ഇതെല്ലാം നേരെ വെച്ചിട്ട് വേണം ആളിനെ ഒന്ന് ഉറക്കാൻ. ഇപ്പം ഉച്ചയോടായല്ലോ, അപ്പോൾ എനിക്ക് അവനെ ഉറക്കിയിട്ട് വേണം ബാക്കി തൂക്കമൊക്കെ ചെയ്യാനായിട്ട്. ഞാനിന്ന് ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട് ബാക്കി, അതൊക്കെ ഇനിയും ചെയ്യണം. ആൾ ഉറങ്ങണം അതിന് ഫസ്റ്റ്, എന്നാലേ പറ്റത്തുള്ളൂ. കാരണം തൂക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ എൻ്റെ പുറകെ ഓടി കളിച്ച് നടക്കും. ഇപ്പം ഈ അടുക്കി പറക്കുന്നതൊക്കെ വെറുതെ കേട്ടോ. ഞാനിതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കേണ്ട താമസം ആളത് വീണ്ടും വന്നിട്ട് തിരിച്ച് കളയും. ഞാനിപ്പോൾ ഇത് അടുക്കി പെറുക്കി വെക്കുന്നത് അവൻ ഉറക്കാൻ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്കിലും അതിലൊന്നും ഒരു കാര്യമില്ല. ഞാനതെല്ലാം അങ്ങോട്ട് പെറുക്കിയെടുത്ത് വെക്കുമ്പോൾ അവൻ പുറകെ നടന്നിട്ട് അതെങ്ങനെയും തിരിച്ച് കുളവാക്കും. അപ്പോൾ ശരി, ഞാനെന്നാൽ മിഥൂട്ടിയെ പോയി ഉറക്കട്ടെ കേട്ടോ. ഓക്കെ, ബായ്, നാളെ കാണാം.